ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ട് നിങ്ങളൊരു വീട് നിർമ്മിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം. അതായത് വാഷ് ബേസ്, അതായത് ഇതാണ് ഡൈനിങ് ആണത്. ഡൈനിങ് വാഷ് ബേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കബോർഡ് വർക്കൊക്കെ നടക്കും. ഈ സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഈ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കബോർഡ് ചെയ്യുന്ന ഏട്ടന്മാർ എന്ന് പറയും, നമുക്ക് വാഷ് ബേസ് കബോർഡിൽ തന്നെ അടിക്കുക, കുറേ കാലം ലൈഫൊക്കെ ഉണ്ടാകും പറയും. നമ്മൾ പ്ലൈവുഡ് എടുക്കുന്ന സമയത്ത് നല്ല എ ക്ലാസ് പ്ലൈവുഡ് എടുത്ത് 3500 രൂപയോളം അടുത്ത റേറ്റ് ഉള്ളത്, അതായത് ഒരു മിഡിൽ റേഞ്ചുള്ളതാണ് കേട്ടോ എടുത്ത്. എന്നിട്ടടക്കം അത് വെച്ചിട്ടാണ് വാഷ് ബേസ് കൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തിപ്പോൾ നമ്മൾ വീട് ഇരുന്നിട്ട് ഏകദേശം 3 വർഷത്തോളമായി. അപ്പോഴേക്കും തന്നെ ഫുള്ളായി ചെതൽ കയറി വാഷ് ബേസ് പൂർണ്ണമായിട്ട് നശിച്ചു പോയ സ്ഥിതിയാണ്. അതായത് ഇത് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പക്ക ഫിനിഷിംഗ് ആയിരുന്നു വേഗം ചെയ്തത്. ഞാനത് നമ്മൾ കെട്ടുപണിക്കാരനെ വെച്ചിട്ട് സിമെൻറ്റ് കൊണ്ട് കെട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് മേലെ സ്ലാബ് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വർക്കേഴ്സ് നേരത്തെ കൂട്ടി ഇവിടെ ഞാൻ വരുന്ന സമയത്ത്, സൈഡിലേക്ക് വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ ഇവർ വാഷ് കൗണ്ടർ പ്ലൈവുഡ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമുക്ക് ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞു, പണിയെ മെനക്കെടല്ലേ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഓക്കെ ആയല്ലോ, വർക്ക് ആയല്ലോ പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു, അത് സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 3 വർഷമായി വീട് ഇരുന്നിട്ട് അപ്പോഴേക്കും തന്നെ പൂർണ്ണമായിട്ട് വാഷ് ബേസ് പൂർണ്ണമായിട്ട് ചെതൽ കയറി നശിച്ചു പോയി. അപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടൊരു വീട് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും വാഷ് ബേസ് കൗണ്ടർ ഒരിക്കലും നിങ്ങൾ പ്ലൈവുഡ് കൊണ്ട് ചെയ്യരുത്. പ്രോപ്പറായിട്ട് ഇഷ്ടിക കൊണ്ട് കെട്ടി മേലെ സ്ലാബ് ഇട്ട് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ഇടുക. ഗ്രാനൈറ്റ് ഇട്ട് വൃത്തിയായിട്ട് ചെയ്യുക കേട്ടോ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ്ടോ എൻ്റെ വാഷ് ബേസ് ഏരിയ ഇതാണ്ടോ തപ്പി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഫുള്ളായി പൂർണ്ണമായി നശിച്ചു കേട്ടോ. ഇതാണ്ടോ ഈ ഏരിയ ഉണ്ടോ, നിങ്ങൾ കാണുമ്പോൾ പറയും. ഇത് നമ്മൾ ടൈലൊക്കെ ഒട്ടിയതാണ് കേട്ടോ, ബ്ലാക്ക് ടൈലൊക്കെ ഒട്ടിയതാണ്. ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇവർ സ്ക്രൂ ചെയ്തിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. പ്ലൈവുഡിൻ്റെ ഏരിയ ഫുള്ളായി ചതൽ പിടിച്ച് ഫുള്ളായി നശിച്ചു. നമ്മളിപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ച് വെച്ച ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം കാട്ടി നിങ്ങൾ ബോറടിപ്പിക്കേണ്ട, വലിയൊരു വീഡിയോ ആക്കേണ്ട പറഞ്ഞിട്ടാണ് ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഫുള്ളായി ഉണ്ടായിരുന്നു, ഫുള്ളായി ചതലായിരുന്നു കേട്ടോ. ചതല ഇരിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ വാഷ് കൗണ്ടർ നിലത്ത് വീണ് പൊട്ടിപ്പോയില്ല. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് ഏത് സൈഡിൽ നിന്ന് ഇങ്ങനെ തൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കാണുന്നത് ഉള്ളിൽ ചതൽ വന്നിട്ടുണ്ടെന്ന്. ചതൽ വരുമ്പോൾ നമുക്ക് വെളിയിൽ മൈക്കൊക്കെ ഒട്ടിച്ച ഒരു പ്ലൈവുഡിൽ നമുക്ക് ഈ ഉള്ളിൽ ചതൽ വന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വാഷ് ബേസ് ഇങ്ങനെ വാഷ് ബേസ് കൗണ്ടർ ഏരിയ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉള്ളിൽ ചതൽ കയറിയിട്ടാണ്, ബലക്ഷയം വന്നിട്ടാണ് ഇറങ്ങി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് മനസ്സിലായി അത് നമ്മുടെ വാഷ് ബേസിൻ്റെ കൗണ്ടർ അഴിച്ചു മാറ്റി ഫുള്ളായി കബോർഡിൻ്റെ അഴിച്ചു മാറ്റി കളഞ്ഞതോ. ഇതാണ് അവസ്ഥ. ഇനി പ്രോപ്പറായിട്ട് സിമെൻറ്റ് കൊണ്ട് കെട്ടി വേണം ചെയ്യാൻ. ചിലവ് അത്രയും ഇരുന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ പുതിയതായിട്ടൊരു വീട് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയാൻ മാത്രമായിട്ടാണ് കേട്ടോ വീഡിയോ. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേമാതിരി ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ എന്നും ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഓക്കെ, ബൈ.